വാറൻ ബഫറ്റ് മുതലാളിത്തത്തിൻ്റെയും അമേരിക്കൻ സ്വപ്നങ്ങളുടെയും സാമ്പത്തികമായ വിജയത്തിൻ്റെയും പര്യായമായ പേര്. എന്നാൽ മഹാസാമ്പത്തിക മാന്ദ്യത്തിലൂടെ വളർന്ന ഒരു ദരിദ്രനായ കുട്ടി എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ധനികന്മാരിൽ ഒരാളായി മാറിയത്? ഓഗസ്റ്റ് 30 നെബ്രാസ്കയിലെ ഒമാഹയിലാണ് വാറൻ ബഫറ്റ് ജനിച്ചത്. അമേരിക്കൻ മഹാസാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ക്രൂരമായ യാഥാർത്ഥ്യത്തെ നേരിൽ കണ്ടു വളർന്ന ബഫറ്റ് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പണത്തിൻ്റെ മൂല്യത്തെ ബഹുമാനിക്കാൻ പഠിച്ചു. ഒന്നാം ജന്മദിനത്തിന് തൊട്ടു മുമ്പ് തന്നെ പണം അടച്ച ബാങ്ക് പൂട്ടിയതിനാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ബഫറ്റ് തൻ്റെ അമ്മ അത്താഴം ഒഴിവാക്കുന്നത് കണ്ടു വളർന്നു. അവൻ്റെ ക്ഷീണിതനായ പിതാവ് അയാൾക്ക് കണ്ടെത്താനാകുന്ന എല്ലാ ജോലികളും ചെയ്തു. നിർബന്ധിത പിരിവ് പള്ളിയിൽ നൽകേണ്ടതിനാൽ അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് തൻ്റെ കുടുംബം പള്ളി ഒഴിവാക്കുന്നതിൻ്റെ നാണക്കേടും സഹിക്കേണ്ടി വന്നു. ഒരു രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വാറൻ ഒരു തീരുമാനമെടുക്കുകയാണ്. 35 വയസ്സാകുമ്പോഴേക്കും തൻ്റെ ആദ്യത്തെ $1 മില്യൺ സമ്പാദിക്കുമെന്നും ഇല്ലെങ്കിൽ ഒമാഹയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൽ നിന്നും സ്വയം ചാടുമെന്നും പ്രഖ്യാപിച്ചു. ചെറുപ്പം മുതലേ വാറൻ ബഫറ്റ് ഗണിതത്തിലും അക്കങ്ങളിലും അസാമാന്യ കഴിവ് പ്രകടിപ്പിച്ചു. അതിൽ തന്നെ പാറ്റേണുകളിൽ പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു. കൂടാതെ റോഡിൽ കൂടെ കാറുകൾ കടന്നു പോകുമ്പോൾ ലൈസൻസ് പ്ലേറ്റ് നമ്പറുകൾ രേഖപ്പെടുത്തുന്ന ഗെയിമുകൾ കളിക്കുകയും ചെയ്തു. പാറ്റേൺ തിരിച്ചറിയാനുള്ള ഈ മികച്ച കഴിവ് ഒടുവിൽ വരാനിരിക്കുന്ന ജീവിതത്തിലെ ഒരു പുതിയ ഗെയിമിലേക്ക് നയിച്ചു. ഒരു ദിവസം ചില വ്യക്തികൾ ഒരു സോഡ മെഷീനിൽ നിന്നും സോഡ വാങ്ങുന്നത് അവൻ ജിജ്ഞാസയോടെ നോക്കി നിന്നു. വലിച്ചെറിഞ്ഞ കുപ്പികൾ അവൻ ശേഖരിക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം അവൻ ശേഖരിച്ച കുപ്പികളുടെ അടപ്പുകളെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി. ഒരാഴ്ച മുഴുവൻ ഈ പ്രക്രിയ ആവർത്തിച്ചു. അങ്ങനെ ഏത് സോഡ ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതെന്നും ഏത് ഫ്ലേവറുകളാണ് മികച്ചതെന്നും അവൻ മനസ്സിലാക്കി. വാറൻ താമസിയാതെ തൻ്റെ പിതാവിൻ്റെ ന്യൂസ് പേപ്പറിൽ നിന്ന് സ്റ്റോക്കുകളുടെ വില രേഖപ്പെടുത്താനുള്ള പ്രത്യേക കഴിവ് നേടി. സ്റ്റോക്ക് മാർക്കറ്റിൽ ഉയർന്ന സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള ഉത്സാഹം അവൻ ആവർത്തിച്ചു. സാമ്പത്തിക ലോകത്തിൽ പങ്കാളിയാകാൻ കഴിയാതെ അതെല്ലാം വീക്ഷിച്ചു നിന്നു. തൻ്റെ ആദ്യത്തെ $1 മില്യൺ അത് നിക്ഷേപിക്കാനുള്ള അവസരവും വാറൻ സ്വപ്നം കണ്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിലുണ്ടായ വിലക്കയറ്റത്തിൻ്റെ ആകുലത വാറൻ തൻ്റെ പിതാവിൽ കണ്ടു. തൻ്റെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ 13-ാം വയസ്സിൽ ഒരു പേപ്പർ ബോയിയായി തൻ്റെ ആദ്യ ജോലിയിലേക്ക് കാലെടുത്തു വച്ചു. താൻ സ്ഥിരമായി പേപ്പറുകൾ കൊടുക്കുന്ന റൂട്ടിലുള്ള ഉപഭോക്താക്കൾക്ക് മാഗസിൻ സബ്സ്ക്രിപ്ഷനുകൾ കൂടി വിൽക്കാൻ തുടങ്ങി. സബ്സ്ക്രിപ്ഷനുകൾ കാലഹരണപ്പെടാറാകുമ്പോൾ തന്നെ രണ്ടാമത്തെ വിൽപ്പന വേഗത്തിൽ തന്നെ നടത്തും. വാറൻ തൻ്റെ പേപ്പർ റൂട്ടിലൂടെ $175 പ്രതിമാസം സമ്പാദിച്ചു. ഏകദേശം ഇന്നത്തെ $3000 വരും. തനിക്ക് വെറും 15 വയസ്സായപ്പോൾ വാറൻ തൻ്റെ വരുമാനം ഉപയോഗിച്ച് നെബ്രാസ്കയിൽ 40 ഏക്കർ ഫാം വാങ്ങി. ഫാമിൽ പണിയെടുക്കാൻ ഒരു തൊഴിലാളിയെയും നിയമിച്ചു. ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഫാമിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ച് നെബ്രാസ്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസ് ബിരുദം നേടി. പ്രശസ്തമായ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ പ്രവേശനം നഷ്ടപ്പെട്ട വാറൻ കൊളംബിയ ബിസിനസ് സ്കൂളിൽ അപേക്ഷിക്കുകയും അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം പ്രശസ്ത വാല്യൂ ഇൻവെസ്റ്ററായ ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ കീഴിൽ പഠിച്ചു. ബിസിനസ് സ്കൂളിനായി ന്യൂയോർക്കിലേക്ക് വീട് വിട്ടപ്പോൾ മറ്റെവിടെയെങ്കിലും റൂമിനും ബോർഡിങ്ങിനും പണം നൽകുന്നതിന് പകരം വാറൻ ഒരു പ്രാദേശിക YMCAയിൽ സൗജന്യമായി താമസിക്കാൻ തീരുമാനിച്ചു. അവൻ വീണ്ടും ഒരു പേപ്പർ റൂട്ട് തിരഞ്ഞെടുത്തു. എന്നാൽ ഇത്തവണ അതിലെ തൻ്റെ വരുമാനം പിൻബോൾ ഗെയിമിംഗ് മെഷീനുകളിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അത് അദ്ദേഹം ഓരോ പ്രാദേശിക ബാർബർ ഷോപ്പുകളിലും സ്ഥാപിച്ചു. ഗെയിമിംഗ് വ്യവസായം ജനക്കൂട്ടത്തിൻ്റെ ഉടമസ്ഥയിലാണെന്ന് ഭയന്ന് വാറൻ ബോധപൂർവം തൻ്റെ പ്രവർത്തനം ചെറുതാക്കി. സ്കൂളിനേക്കാൾ ബഫറ്റിനെ കൂടുതൽ പ്രായോഗികമായ ബിസിനസ് പാഠങ്ങൾ പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പിൻബോൾ ദിനങ്ങളിൽ നിന്നുമായിരുന്നു. കൊളംബിയ ബിസിനസ് സ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ശേഷം വാറൻ ഒമാഹയിൽ തിരിച്ചെത്തി. നെബ്രാസ്ക സർവകലാശാലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പഠിച്ചിരുന്ന കാലയളവിൽ തന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും ബഫറ്റ് ആർജിച്ചെടുത്തു. 1954 അദ്ദേഹത്തിൻ്റെ പഴയ അധ്യാപകനും ഉപദേശകനുമായ ബെഞ്ചമിൻ ഗ്രഹാം ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസ്മാനായും സെക്യൂരിറ്റി അനലിസ്റ്റായും ബഫറ്റിന് ജോലി വാഗ്ദാനം ചെയ്തു. ശേഷം 1956 ആയപ്പോഴേക്കും ബഫറ്റ് തൻ്റെ ഭാര്യയ്ക്കും ഇളയ മകൾക്കുമായി ഒരു വീട് വാങ്ങി.
ആ സമയത്തെ വാറൻ്റെ സേവിങ്സ് $1,74,000 ആയിരുന്നു. ഇന്നത്തെ കണക്കിൽ ഏതാണ്ട് 1.5 ദശലക്ഷത്തിലധികം ഡോളർ വരും. തൻ്റെ നിക്ഷേപം കൊണ്ട് മാത്രം തനിക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച വാറൻ 26-ാം വയസ്സിൽ വിരമിക്കാൻ തീരുമാനിച്ചു. വിരമിക്കലിനു ശേഷം ജീവിതത്തോട് വിരസതയാണ് വാറൻ അനുഭവപ്പെട്ടത്. ഒരു കോടീശ്വരനാവുക എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാത്തതിൻ്റെ അസ്വസ്ഥത അവൻ്റെ തലയിൽ ഒരിക്കൽ കൂടി ആളിക്കത്തി. തൻ്റെ ലക്ഷ്യം നേടുന്നതിന് കൂടുതൽ സജീവമായിരിക്കണമെന്ന് വാറൻ തീരുമാനിച്ചു. അങ്ങനെ 1956-ൽ ബഫറ്റ് പാർട്ണർഷിപ്പ് ലിമിറ്റഡ് എന്ന കമ്പനി ആരംഭിച്ചു. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിരുന്നു അത്. ബിസിനസ്സുകളിൽ നിക്ഷേപം നടത്തിക്കൊണ്ട് തൻ്റെ യൗവനത്തിൻ്റെ പാഠങ്ങളെ അടിസ്ഥാനമാക്കി വാറൻ തൻ്റെ സമ്പത്ത് വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. തൻ്റെ കമ്പനിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വളരെ നല്ല റിട്ടേൺ നൽകാനും സാധിച്ചു. അങ്ങനെയിരിക്കെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചു. ബെർക്ക്ഷയർ ഹാത്വേ എന്ന ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയെ വാറൻ ശ്രദ്ധിച്ചു. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം കമ്പനിയുടെ സാമ്പത്തിക ഭാവി തളർച്ചയിലായി. ആഗോള ടെക്സ്റ്റൈൽ വിൽപ്പനയിൽ ഇടിവുണ്ടായതിനെ തുടർന്ന് വിൽപ്പന കുറഞ്ഞു. കമ്പനിയുടെ പല ഫാക്ടറികളും വിറ്റ് ഒഴിയാൻ തുടങ്ങി. സ്റ്റോക്ക് വിലകൾ ഗണ്യമായി കുറയുന്നത് വാറൻ ബഫറ്റ് ശ്രദ്ധിച്ചു. മാത്രമല്ല, കമ്പനിയുടെ ഷെയർ കൈവശമുള്ള വ്യക്തികളിൽ നിന്ന് കമ്പനി ഷെയർസ് തിരികെ വാങ്ങുന്നത് വാറൻ ബഫറ്റ് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ 1962-ൽ അദ്ദേഹം ചെറിയ ലാഭം പ്രതീക്ഷിച്ച് വൻതോതിൽ നിക്ഷേപം നടത്തി. 1964-ൽ കമ്പനിയുടെ CEO സീബറി സ്റ്റാൻഡൻ വാറൻ്റെ ഓഹരികൾ മോശമല്ലാത്ത തുകയ്ക്ക് തിരികെ വാങ്ങാൻ വാഗ്ദാനം ചെയ്തു. വാറൻ സമ്മതിച്ചു. പക്ഷേ ഓഫർ രേഖാമൂലം ലഭിച്ചപ്പോൾ വില രഹസ്യമായി കുറഞ്ഞതായി അദ്ദേഹം കണ്ടു. ഈ തകർച്ചയിൽ കുപിതനായ വാറൻ പകരം അതേ കമ്പനിയുടെ കൂടുതൽ ഓഹരികൾ വാങ്ങാൻ തീരുമാനിക്കുകയും കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഉടൻ തന്നെ സ്റ്റാൻഡനെ പുറത്താക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തെ ഒരു പരാജയപ്പെട്ട ടെക്സ്റ്റൈൽ മാനുഫാക്ചർ എന്ന വിശേഷണത്തിലേക്ക് എത്തിച്ചിരുന്നെങ്കിലും പിന്നീട് കമ്പനിയെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വാറൻ ബഫറ്റിന് സാധിച്ചു. 1967 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കമ്പനി പണം, ഇൻഷുറൻസ്, മീഡിയ എന്നിവയിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. ബെർക്ക്ഷയർ ഹാത്വേയുടെ എല്ലാ പഴയ മാനുഫാക്ചറിംഗ് വശങ്ങളും ക്രമേണ അവസാനിപ്പിക്കാൻ തുടങ്ങി. പുതിയ ബെർക്ക്ഷയർ ഹാത്വേ പ്രധാനമായും നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ്, യൂട്ടിലിറ്റികൾ, എനർജി തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വാറൻ ബഫറ്റിന് 30 വയസ്സായപ്പോൾ $1 ദശലക്ഷം സമ്പാദിക്കുക എന്ന തൻ്റെ ലക്ഷ്യം നേടിയെടുത്തു. ആസൂത്രണം ചെയ്തതിനേക്കാൾ 5 വർഷം മുന്നേ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തി. ബെർക്ക്ഷയർ ഹാത്വേ അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ് നിക്ഷേപങ്ങൾക്കും ഒരു പ്രധാന വഴിത്തിരിവായി മാറി. ബെർക്ക്ഷയർ ഹാത്വേ വികസിപ്പിക്കുന്നതിൽ തൻ്റെ എല്ലാ ശ്രമങ്ങളും കേന്ദ്രീകരിക്കുന്നതിനായി വാറൻ തൻ്റെ സ്ഥാപനമായ ബഫറ്റ് പാർട്ണർഷിപ്പ് പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ടെക്സ്റ്റൈൽ ബിസിനസ് അവസാനിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ വാറന് പുതിയ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു: $1 ബില്യൺ. അതേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആസ്തി $600 മില്യണിലധികം ഡോളറിലെത്തി. ടെലിവിഷൻ ശൃംഖലയിൽ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യാനായി തീരുമാനിച്ചു. 1988-ൽ തൻ്റെ $1 ബില്യൺ എന്ന ലക്ഷ്യത്തിനടുത്തായി. അതിനായി വാറൻ കൊക്കക്കോള സ്റ്റോക്ക് വാങ്ങാൻ തുടങ്ങി. ഒടുവിൽ കമ്പനിയിൽ 7% ഉടമസ്ഥാവകാശം നേടിയെടുത്തു. ബെർക്ക്ഷയർ ഹാത്വേയുടെ ഏറ്റവും ദൈർഘ്യമേറിയതും ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്നതുമായ ഒന്നാണ് കൊക്കക്കോളയുമായുള്ള നിക്ഷേപ ഇടപാടുകൾ. 1990 മെയ് 29-ന് ബെർക്ക്ഷയർ ഹാത്വേയുടെ $1.2 ബില്യൺ മൂല്യമുള്ള കൊക്കക്കോള സ്റ്റോക്കിൻ്റെ മാത്രം വിഹിതം ഉപയോഗിച്ച് വാറൻ ബഫറ്റ് ഒരു ശതകോടീശ്വരൻ എന്ന ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. കുട്ടിക്കാലത്ത് പഠിച്ച പാഠങ്ങൾ കൈമുതലാക്കി ശ്രദ്ധാപൂർവം നിക്ഷേപങ്ങൾ നടത്തിയ വാറൻ ബഫറ്റ് ബെർക്ക്ഷയർ ഹാത്വേ എന്ന കമ്പനിയെ ലോകത്തിലെ ഏറ്റവും ശക്തവും ലാഭകരവുമായ കമ്പനികളിൽ ഒന്നാക്കി മാറ്റുകയും ചെയ്തു. $1 ബില്യൺ എന്ന സമ്പാദ്യം നേടിയതിനു ശേഷം വെറും 6 വർഷത്തിനുള്ളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ സമ്പത്ത് 17 മടങ്ങ് വർദ്ധിപ്പിച്ചു. തൻ്റെ 66-ാം വയസ്സിൽ $17 ബില്യൺ സമ്പാദിച്ചു. അതിശയിപ്പിക്കുന്ന തരത്തിൽ $84.7 ബില്യൺ തൻ്റെ 87-ാം വയസ്സിൽ നേടിയെടുത്തു. 27 ബില്യൺ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മൂല്യം ഇതിലും വലുതായേനെ. വാറൻ ബഫറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറി. അഴുക്കുചാലുകളിൽ നിന്ന് ലോകത്തിലെ അതിസമ്പന്നനായി മാറിയ വാറൻ ബഫറ്റിനെ പോലെയുള്ള വ്യക്തികളുടെ കഥകൾ ഇന്നും സാധ്യമാണ്.